Hi my dears, welcome back to a very new video. So ഇന്ന് നമ്മളുടെ 10th റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ആൻഡ് SSLC റിസൾട്ട്സ് ആൻഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ICSEയുടെ 10th 12th റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് 10th സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്തിട്ട് 12th ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇന്ന് SSLC റിസൾട്ട് വന്നിരിക്കുകയാണ് ആൻഡ് കുറേ പേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഫുൾ A+ ഒക്കെ കിട്ടി, ഭയങ്കര അടിപൊളി സെലിബ്രേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് ഫോർ അക്വയറിംഗ് ഫുൾ A+. ഇനി കുറച്ച് പേരൊക്കെ വിചാരിച്ച അത്ര മാർക്ക് കിട്ടിയില്ല, നല്ല രീതിക്ക് പഠിച്ചു പക്ഷേ ഫുൾ A+ കിട്ടിയില്ല, 1 2 3 A+ ഒക്കെ പോയിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല, റിവാലുവേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് വിഷമിക്കരുത് ഒരിക്കലും. ഇപ്പോൾ വിഷമിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നോ, വിഷമിക്കും, നമ്മൾ കരയും ഓഫ് കോഴ്സ്. കാരണം ഒരു കാര്യം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടാതെ വരുമ്പോഴുള്ള പെയിൻ ഐ നോ വെരി വെൽ. ഓക്കെ, അത് എനിക്ക് നല്ല രീതിക്ക് അറിയാം. സോ ഞാൻ വിഷമിക്കരുതെന്ന് പറയത്തില്ല. ഞാൻ വിഷമിക്കരുതെന്ന് പറയത്തില്ല, പക്ഷേ വേറെ ഒരു കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കരുത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു ലൈഫിലെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം. 10th സ്റ്റാൻഡേർഡൊക്കെ ഇറ്റ്സ് നോട്ട് ഗോണ ഡെമിനിഷ് യുവർ വർത്ത്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോണ ഡെമിനിഷ് യുവർ ഫ്യൂച്ചർ. ഓക്കെ, ഇത് എൻ്റെ ഫ്യൂച്ചറിലെ എൻ്റെ ആണെന്നൊന്നും വിചാരിക്കുക. അതിന് ഏത് എക്സാം ആയാലും, ഇപ്പോൾ 10th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആയാലും ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ, കറേജ് വേണം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനുള്ള കറേജ് വേണം. ഇപ്പോൾ തന്നെ എൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ 10th 12th ഒക്കെ ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു. അങ്ങച്ചും പറയല്ലേ, ശരിക്കും ഞാൻ എബോ ആവറേജ് ആയിരുന്നു. ഓക്കെ, പക്ഷേ നീറ്റ് വന്നപ്പോഴോ ഞാൻ ഒന്നും ഇല്ലാണ്ടായിരുന്നു. റിപ്പീറ്റിൻ്റെ ടൈമിലൊക്കെ ഞാൻ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ തളർന്നു പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആ വഴിയൊക്കെ വെട്ടി നികത്തി നമ്മൾ കറേജായിട്ട് മുന്നോട്ട് വരണം. ഓക്കെ, ആൾക്കാർ പറയും ദേ വിൽ ജഡ്ജ്, കാരണം നമ്മൾ ആണല്ലോ സ്റ്റേഡിയത്തിൽ നിന്ന് കളിക്കുന്നത്, അവർ ജസ്റ്റ് കാണികളല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ജസ്റ്റ് ഡോണ്ട് കെയർ. നമുക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മളത് അച്ചീവ് ചെയ്യണം. ഓക്കെ, നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മാക്സിമം നമ്മൾ കൊടുക്കുക, പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് റിസൾട്ടൊക്കെ വന്ന് ഇത് എന്താ പറയുക, ആരൊക്കെ കാണുന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇന്ന് റിസൾട്ട് വന്ന് നല്ല മാർക്കൊക്കെ ഉള്ളവർക്ക് ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക മാക്സിമം. പിന്നെ റിസൾട്ട് കുറച്ച് എന്താ പറയുക ഡിസപ്പോയിൻറ്റഡ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കിട്ടിയല്ലോ, പിന്നെ എന്താ പറയുക, ഒട്ടും മാർക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. ഇതൊന്നുമല്ല, എനിക്കറിയാം എൻ്റെ കൂടെ തന്നെ 10th പഠിച്ചവരൊക്കെ എന്താ പറയുക, ഒരു പക്ഷേ ഇപ്പോൾ നല്ല നല്ല കോഴ്സിന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് തിങ്കിങ് ദാറ്റ്. ഇപ്പോൾ ഒരു 10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് ഓഫ് കോഴ്സ് +1 +2 യുവർ ടേണിംഗ് പോയിന്റ് ആണ്, പക്ഷേ 10th ഒരിക്കലും ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഫോർ മീ ഇറ്റ്സ് നോ. ദ ആൻസർ വിൽ ബി നോ. കാരണം 10th വേണം, കാരണം എല്ലാ കാര്യങ്ങളും ബേസ് ആണ്. 9th ഞാൻ പറയും ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് 8th മുതലാണ്. കാരണം 8th മുതൽ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ 8th മുതൽ ഓരോ ബേസും കാര്യങ്ങളും കറക്റ്റ് പഠിച്ച് വരികയാണ്. അപ്പോൾ മുതലേ നല്ല രീതിക്ക് ഫിസിക്സ് കാര്യങ്ങളൊക്കെ ബേസോടെ പഠിച്ചു കഴിഞ്ഞാൽ വളർന്ന ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല ഒരു ബേസ് സ്ട്രോങ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു +1 +2 ഇപ്പോൾ ഒരു നീറ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം +1 +2 ഒക്കെ നല്ല സ്ട്രോങ് ബേസ് ഉണ്ടാവും. അപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ നമ്മുടെ SSLC റിസൾട്ടൊക്കെ വന്നതിൽ ആരും ടെൻഷനാവും വിഷമിക്കുകയൊന്നും വേണ്ട. ഇത് നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റേജോ ഫൈനൽ സ്റ്റേജോ ഒന്നും അല്ല. ഇനിയും എക്സാംസ് ശരിക്കും കിടക്കുന്നേ ഉള്ളൂ, ഇനിയും ഓരോ അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പേരൻസ് ആയിക്കോട്ടെ എന്താ പറയുക, അങ്ങനെ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പേരൻസിന് ഓഫ് കോഴ്സ് വിഷമം കാണും. ഇപ്പോൾ ഒരു ഫുൾ A+ ഒന്നും കിട്ടാണ്ട് പോയവർ, അത്രയും പ്രതീക്ഷിച്ചവരെ ഓഫ് കോഴ്സ് പേരൻസിന് എന്താ പറയുക ടെൻഷനും വിഷമമൊക്കെ കാണും. ബട്ട് ആക്ച്വലി ഇനിയും എന്താ പറയുക, അവരുടെയൊക്കെ ഫ്യൂച്ചർ കിടക്കുകയാണ്. ഇനിയും നല്ല നല്ല എന്താ പറയുക ഓരോ കാര്യങ്ങൾ അവർ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ കൂടുതൽ അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുക. ഓക്കെ, കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓഫ് ദാറ്റ്. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 10th സ്റ്റാൻഡേർഡ് എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു ഞാൻ പഠിച്ചത് എന്നൊക്കെയാണ്. ഓക്കെ, സോ എൻ്റെ 10th ജേർണി പോകുന്നത്, ഞാൻ KG മുതൽ 10th വരെ ഒരു സ്കൂളിലായിരുന്നു, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു. ആൻഡ് ദ സ്കൂൾ ഈസ് സെയിൻറ്റ് വിൻസെൻ്റ് ICC സ്കൂൾ, കേരളപുരം, കൊല്ലം. അവിടെയാണ് ഞാൻ 10th കംപ്ലീറ്റ് ആക്കിയത്. ഞാൻ KG മുതൽ എന്ന് വെച്ചാൽ 12 years ഓഫ് ജേർണി ആയിരുന്നു ആ സ്കൂളിൽ. വളരെ നല്ലൊരു ജേർണി ആയിരുന്നു. എനിക്കിപ്പോഴും ആ മെമ്മറീസ് ഒക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 4 വർഷം, എൻ്റെ ബാച്ച് എന്ന് പറഞ്ഞാൽ 2020-21 കോവിഡ് ബാച്ച് ആയിരുന്നു ഞാൻ. ആൻഡ് ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ICC CBSE എക്സാംസ് ഇല്ലായിരുന്നു 10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ്. പക്ഷേ ഞങ്ങൾക്ക് മോഡൽ എക്സാംസ് ഒക്കെ നടത്തിയിരുന്നു. മോഡൽ എക്സാംസിൻ്റെ മാർക്സ് ഒക്കെ തന്നെയാണ് 10th വന്നതും. സോ ഞാൻ എൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയൊക്കെയായിരുന്നു എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ എൻ്റെ മാർക്ക് ലിസ്റ്റും മാർക്ക് ഷീറ്റ്സും എത്ര മാർക്സ് ഇൻഡിവിജ്വലായിട്ട് സ്കോർ ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ ഒരു യൂട്യൂബ് എന്ന് വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഭയങ്കര മെമ്മറീസ് ആയിരിക്കും. നമ്മളിനി എത്ര വിങ്സ് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ, ഓരോ ഘട്ടങ്ങൾ, ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴും ഈ ഒരു വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ എടുത്ത് വെച്ച് കാണുമ്പോൾ
നല്ലൊരു എന്താ പറയുക ഒരു മെമ്മറി കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 10th എങ്ങനെ പെർസെൻറ്റേജ്, 10th എത്ര മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നീറ്റിനൊക്കെ കയറാനാണെങ്കിൽ 10th സ്കോറൊക്കെ നോക്കും. ഓക്കെ, നമ്മൾ ബ്രില്ലിലൊക്കെ ആണെങ്കിൽ 10th-ന്റെയും 12th-ന്റെയും മാർക്ക് ഷീറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. സോ ഓരോ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ഹോസ്റ്റൽ അലോട്ട്മെന്റ് ഒക്കെ ഓരോ പെർസെൻറ്റേജ് ഒക്കെ വെച്ചിട്ടാണ്. സോ ഞാൻ എൻ്റെ 10th റിസൾട്ടിനെ റിവീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, യാ. സോ നമ്മൾ ICC റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ICC മാർക്ക് ലിസ്റ്റും എന്താ പറയുക നമ്മുടെ മാർക്ക് ലിസ്റ്റും മാർക്ക് ഷീറ്റും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95% ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂൾ ICC സ്കൂൾസിലൊക്കെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്തായാലും എടുക്കും. ബട്ട് ഏറ്റവും കുറഞ്ഞ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് അവർ മാറ്റും. എന്നിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് ആണ് അവർ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ICC സ്കൂൾസിലൊക്കെ അങ്ങനെയാണ് പൊതുവെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ആ ടൈമിൽ എനിക്ക് 96% ആയിരുന്നു. ആൻഡ് മൈ റാങ്ക് വാസ് 5th റാങ്ക്. എനിക്ക് 5th റാങ്ക് ആയിരുന്നു ഞാൻ അച്ചീവ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഇൻഡിവിജ്വൽ സ്കോർ ഞാൻ പറയാം. ഇത് കുറേ ആയി എടുത്തിട്ട്. സോ ഇപ്പം നീറ്റ് ആപ്ലിക്കേഷൻ പോകാൻ നേരത്തെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ കാണുമ്പോൾ ഒരു മെമ്മറിയാണ്. കാരണം റിസൾട്ട് വരുന്ന ദിവസത്തിൻ്റെ തലേന്ന് വൈകിട്ടാണ് ഞങ്ങൾക്ക് ഓക്കെ നാളെ റിസൾട്ട് വരും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അപ്പോൾ എൻ്റെ വീട്ടിൽ വരണം ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഫുഡും കഴിക്കാൻ വയ്യ, ഒന്നിനും പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിലോട്ട് വരണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഉമ്മയുടെ എൻ്റെ വീട്ടിലോട്ട് വന്നു. അന്ന് രാത്രിയൊക്കെ ഞാൻ ഉറങ്ങിയോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഉറങ്ങിയോന്ന്. അത്രയ്ക്ക് ടെൻഷനാണ്. കാരണം അറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു നീറ്റിൻ്റെ റിസൾട്ട്, 10th റിസൾട്ട് നാളെ പബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നാളെ ആയി, ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴായിരുന്നു തോന്നുന്നു, വൈകിട്ടായിരുന്നു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു റിസൾട്ടിൻ്റെ ബട്ടൺ നമ്മളെ സബ്മിറ്റിൻ്റെ ബട്ടണിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ്റെ ആളാണ്. സോ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ നല്ലൊരു റിസൾട്ടായിരുന്നു. ആൻഡ് അൽഹംദുലില്ലാ നല്ല റിസൾട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് 10 സബ്ജക്ട്സ് ഉണ്ട്. സോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് 1 ഇംഗ്ലീഷ് 2 ICCയിൽ പഠിക്കുന്നവർക്ക് അറിയായിരിക്കും 10th സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷ് 1 ഇംഗ്ലീഷ് 2 എന്നാണ്. സോ ഇംഗ്ലീഷ് ഫസ്റ്റിന് എൻ്റെ ഇൻഡിവിജ്വൽ സ്കോർ എന്ന് പറഞ്ഞാൽ 85 ആണ്. ഇംഗ്ലീഷ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമർ സൈഡ് നമ്മുടെ എന്താ പറയുക റൈറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ലെറ്റർ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതിന് എനിക്ക് 85 ആയിരുന്നു എൻ്റെ സ്കോർ. പിന്നെ ഇംഗ്ലീഷ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നോവൽ ഉണ്ട് ഞാൻ മെർച്ചൻ്റ് ഓഫ് വെനീസ് ആണ് പഠിച്ചത്. എൻ്റെ ഫേവറേറ്റ് നോവൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷേക്സ്പിയറിൻ്റെ മെർച്ചൻ്റ് ഓഫ് വെനീസ് ആണ് ഞാൻ പഠിച്ചത്. ആൻഡ് മെർച്ചൻ്റ് ഓഫ് വെനീസും പിന്നെ നമുക്ക് ഒരു സ്റ്റോറിയുടെ ഒരു ബുക്കും ഒരു പോയത്തിൻ്റെ ഒരു ബുക്കും. സോ ഇത് രണ്ടായിരുന്നു നമുക്ക്, ഇത് മൂന്നായിരുന്നു ഇംഗ്ലീഷ് സെക്കൻഡ്, വിച്ച് മീൻസ് ലിറ്ററേച്ചറിനകത്തുള്ളത്. ആൻഡ് അതിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 97 ആയിരുന്നു എനിക്ക് ഇംഗ്ലീഷ്. ഇനി അടുത്ത മലയാളം എനിക്ക് 99 ആണ്. എനിക്ക് തോന്നുന്നു ICCയിൽ അങ്ങനെ ഫുൾ മാർക്ക് നമ്മുടെ ലാംഗ്വേജിന് കൊടുക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല, അങ്ങനെ തോന്നുന്നു. അപ്പോൾ എനിക്ക് മലയാളത്തിന് 99 ആയിരുന്നു എൻ്റെ സ്കോർ എന്ന് പറയുന്നത്. പിന്നെ ഹിസ്റ്ററി ആൻഡ് സിവിക്സിൽ എനിക്ക് 99 ഉണ്ടായിരുന്നു. ഹിസ്റ്ററി ആൻഡ് സിവിക്സ് 99 ഉണ്ടായിരുന്നു. ജിയോഗ്രഫിക്ക് 97 ആയിരുന്നു സ്കോർ. പിന്നെ മാത്സിന് 92. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ മാത്സിനോടും ഫിസിക്സിനോടും നല്ല താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ടായിരിക്കണം എഞ്ചിനീയറിങ്ങിന് പോകാത്തത്. ഓക്കെ, ഇപ്പം ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിനീയറിംഗിന് താല്പര്യം ഉണ്ടെങ്കിൽ TKMലൊക്കെ പോകുന്നത്. പക്ഷേ എനിക്ക് താല്പര്യമില്ല, എഞ്ചിനീയറിംഗ് എനിക്ക് താല്പര്യമില്ലായിരുന്നു. സോ എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്നുണ്ട്, TKMൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ മാത്സിൻ്റെ സ്കോർ 92 ആയിരുന്നു. പിന്നെ സയൻസിനകത്തോട്ട് വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സോ ഫിസിക്സിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 85 ആയിരുന്നു. ആൻഡ് കെമിസ്ട്രിയുടെ സ്കോർ 84 ആയിരുന്നു. ബയോളജിയുടെ സ്കോർ 100 ആയിരുന്നു. ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് ബയോളജി. അതുകൊണ്ടായിരിക്കണം MBBSനോട് ഇത്രയ്ക്ക് താല്പര്യം. നമ്മുടെ ബോഡിയുടെ അകത്ത് നമ്മുടെ അനാറ്റമി കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനാറ്റമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് എക്കണോമിക് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതിന് എനിക്ക് 100 ആയിരുന്നു. എനിക്ക് അതും ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാൻ. 100 ആയിരുന്നു. പിന്നെ ഗ്രേഡ് കിട്ടിയത് SUPW എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി സർവീസ് അങ്ങനത്തെ സാധനമുണ്ട്. സോ അതിന് ഗ്രേഡ് A ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഇൻഡിവിജ്വൽ റിസൾട്ട് വരുന്നത്. പിന്നെ ഒരു റിസൾട്ട് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർസെൻറ്റേജ് റിസൾട്ട് വരുന്നുണ്ട്. പെർസെൻറ്റേജ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ റിസൾട്ട് അല്ല, അതിൻ്റെ എല്ലാം കൂടി ആവറേജ് ആയിട്ട് പെർസെൻറ്റേജ് റിസൾട്ട് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് എനിക്ക് 91 ആയിരുന്നു. മലയാളത്തിന് 99 ഉണ്ടായിരുന്നു. ഹിസ്റ്ററിക്ക് 98 ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് 92 ഉണ്ടായിരുന്നു. ആൻഡ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്നെണ്ണം കൂടി ആഡ് ചെയ്തപ്പോൾ എനിക്ക് 90 ഉണ്ടായിരുന്നു. എക്കണോമിക്സ് 100 ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു റിസൾട്ട് വന്ന ടൈമിൽ. ഫസ്റ്റ് എൻ്റെ വാപ്പി ഗൾഫിലായിരുന്നു ആ ടൈമിൽ. സോ ഞാൻ വാപ്പി വിളിച്ചാൽ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ എൻ്റെ ടീച്ചേഴ്സിനൊക്കെ വിളിച്ചു, ഫ്രണ്ട്സിനെ വിളിച്ചു, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫാമിലിയിലുള്ളവരൊക്കെ ഹാപ്പി ആയിരുന്നു. ഭയങ്കര എന്താ പറയുക അടിപൊളിയായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. സ്വീറ്റ്സ് ഒക്കെ എൻ്റെ ബ്രദർ മീൻസ് എൻ്റെ കസിനൊക്കെ ആ സ്വീറ്റൊക്കെ കൊണ്ടുവന്നു. നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇല്ലല്ലോ. പിന്നെ നമ്മൾ +1 അഡ്മിഷൻ ആണല്ലോ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 10th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ 10th. നല്ല രസമായിരുന്നു ആക്ച്വലി. 10th ജേർണി ആയിക്കോട്ടെ, 10th പഠിക്കുന്നതായിക്കോട്ടെ, അടിപൊളിയായിരുന്നു. സോ അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇപ്പം ഇങ്ങനെ അച്ചീവ് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടില്ലേ നീറ്റ് ഞാൻ എഴുതി 2 ഇയേഴ്സ് എഴുതി, MBBS എന്ന ഡ്രീം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എന്താ പറയുക നല്ല മാർക്ക് കുറഞ്ഞ ഫ്രണ്ട്സൊക്കെ നല്ല ജോലികളല്ല, എന്താ പറയുക നല്ല കോഴ്സുകൾക്ക് പഠിക്കുന്നുണ്ട്. സോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ മിസ് പറയും, കുറേ പേരുണ്ട് എന്താ പറയുക ലാസ്റ്റൊക്കെ വരുമ്പോൾ ഒന്നും പഠിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നല്ല പൊസിഷനിൽ എത്തുന്നതെന്ന്. സോ
എന്താ പറയുക, കറേജ് ആയിട്ടിരിക്കുക, എന്നും ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക, കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കണ്ട. ഇപ്പം 10th ഇച്ചിരി മാർക്ക് കുറഞ്ഞു. ആക്ച്വലി 10th റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു +1 അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. പിന്നെ നമുക്കൊരു ഫസ്റ്റ് റിസൾട്ട് നമ്മളുടെ ഇത്രയും നാളത്തെ ഒരു എന്താ പറയുക, ഒരു ക്ലാസ്, ഇപ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ എത്ര ഫസ്റ്റ് റാങ്ക് പിടിച്ചാലും സെക്കൻഡ് റാങ്ക് പിടിച്ചാലും ആരൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ. 10th റിസൾട്ട് ആണല്ലോ എല്ലാവരും നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഇതിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു ഫസ്റ്റ് റിസൾട്ടാണ്. സോ അങ്ങനത്തെ ഒരു രീതിക്ക് അത്രയ്ക്കേ ഉള്ളൂ 10th ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉണ്ട് കേട്ടോ, 6th മുതലൊക്കെ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സോ എനിക്കറിയാം, കാരണം ഞാനും ബ്രില്ലിൽ പഠിക്കുന്ന ടൈമിലൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ആ ഒരു വരാന്തയിൽ കൂടിയൊക്കെ ഓടി കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പോഴേ ഇവർ എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരാണല്ലോ എന്ന്. സോ ഡ്രീമിന് വേണ്ടിയിട്ട്, ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാട് അല്ലെങ്കിൽ എന്ത് അറ്റം വരെ പോകാൻ പറ്റും, ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ അത്രയും പോവുക. ബാക്കിയൊക്കെ എന്താ പറയുക, പടച്ചോണ്ട് വിട്ടുകൊടുക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ കൺഗ്രാറ്റ്സ് എവരി വൺ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് എൻജോയ് ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ +2 റിസൾട്ട് വരും ഉടനെ. അപ്പോൾ ഞാൻ എൻ്റെ +2 എക്സ്പീരിയൻസും റിസൾട്ടൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ആ ടൈമിൽ ഞാൻ +2 സ്റ്റേറ്റ് ആയിരുന്നു, +1 ഞാൻ സ്റ്റേറ്റ് ആയിരുന്നു, 10th വരെയുള്ളായിരുന്നു ICSE. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. സോ ഓൾ ദി ബെസ്റ്റ്. ഇനി നിങ്ങൾ ഓരോ കാര്യങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരൊക്കെ ഉണ്ട്. സോ അതിനുള്ളയൊക്കെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് ഉറപ്പായിട്ടും ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്കിന് അപ്പുറത്തോട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാതെ ഞാൻ ഇരിക്കത്തില്ല. ഓക്കെ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വെരി ബിഗ് താങ്ക്സ്. കുറേ പേരൻസ് ഒക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെരി ബിഗ് താങ്ക്സ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും പേരെ കണ്ട്, ഇത്രയും പേരുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു.